ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 മണിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് 2 നേന്ത്രപ്പഴം, നമ്മളുടെ ഏത്തക്കായ ഇല്ലേ അത് തന്നെ, അത് പഴുത്തതാണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ലതാണ്. പിന്നെ നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് പിന്നീട് ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ചിരകിയത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ നമ്മുടെ ഇലയപ്പത്തിൻ്റെയോ കുഴക്കട്ടയുടെയൊക്കെ ഫില്ലിംഗ് ആണെന്ന് വിചാരിക്കില്ലേ, അല്ല കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി അങ്ങോട്ട് തിരികെ ചേർക്കുക. പിന്നെ ചേർക്കുന്നത് നമ്മൾ ശർക്കരയാണ്. എനിക്ക് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് ശർക്കര കിട്ടാറുള്ളത്. അപ്പോൾ ഒരു 3-4 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ അവലാണ് കേട്ടോ, നമ്മുടെ ചുവന്ന അവലാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ടോ കിസ്മിസോ വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക ഇട്ട് കൊടുക്കണം കേട്ടോ. നേരത്തെ ഏലക്ക ഇട്ട് കൊടുക്കണം, അത് ഞാൻ മറന്നുപോയതാണ് പറയാൻ. അപ്പോൾ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേലെ കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഏത്തപ്പഴം ഒന്നും ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളൂ. പിന്നെ ഈ ഒരു ഫില്ലിങ് വെച്ച് നമുക്ക് കുഴക്കട്ടയോ പിന്നെ അല്ലെങ്കിൽ ഇലയപ്പോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ മണം പിടിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ഈ അവലൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുകയാണ്, നല്ല ടേസ്റ്റാണ്. നല്ല ആവി വറക്കുന്ന നല്ല ഏത്തപ്പഴത്തിൻ്റെ അവലിൻ്റെയും നെയ്യുടെയൊക്കെ മണമൊക്കെ ഉണ്ടല്ലോ, എന്താ ഒരു ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.